സർ, കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സർ സെൻറ്റർ ഗ്രൂപ്പ്. മാത്രമല്ല ബാക്കി സപ്ലൈസിനെ പോലെ ഈ ലോക്കൽ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റീലല്ല സാർ ഞങ്ങളുടേത്. ദിസ് ഈസ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്രം ടർക്കി. അതും മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിൽ തരാം സാർ. ഓയിൽ കമ്പനീസ് എല്ലാം അപ്രൂവ് ചെയ്താണ് സാർ ഞങ്ങളുടെ സ്റ്റീൽ. മാം, നിങ്ങളെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. സാർ, അത് കോമ്പറ്റീറ്റീവ്സ് ചുമ്മാ പറഞ്ഞു പറ്റുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി കഴിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാ നുണ പറഞ്ഞത്? ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ചത് ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അത് എങ്ങോട്ടും പോകാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരോട് സത്യം പറയണം. നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയൂലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയോടൊപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്. നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ. യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണേൽ വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതട ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മറത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും, ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. You have an appointment? യെസ്. ഓ, ഇവിടെ ഉണ്ട്. എടുത്തു അപ്പോയിൻമെന്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ, കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെയല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല.
എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാ. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്ന നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This consign. ആമാ കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. ഓ, താങ്ക് യു. ഹൗ മച്ച്? Like we said, 1 million. താങ്ക് യു. ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000. 10,000 ടൺ. ഞങ്ങൾ എടുത്തോളാം.